ഹായ് ഹലോ എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് തൊട്ടു മുമ്പ് നടന്ന 11/5/2026 നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂസ് വർക്കൗട്ട് ക്ലാസ് ആണ്. കുറേയധികം വസ്തുതകൾ നമ്മൾ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനോടൊപ്പം തന്നെ അനുബന്ധ വസ്തുതകളും മനസ്സിലാക്കുന്നുണ്ട്. ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനേഷനും പ്രയോജനം ചെയ്യുന്ന അനുബന്ധ വസ്തുതകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വർക്കൗട്ടാണ്. 16-ാം തീയതി 2ാം ഘട്ട ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ 18-ാം തീയതി 10th മെയിൻ്റെ എക്സാമിനേഷൻ ഉണ്ട്. ഇതിനെല്ലാം പ്രയോജനം ചെയ്യുന്ന, അതുപോലെ തന്നെ ജൂണിൽ 10th പ്രിലിമിനറി എക്സാമിനേഷനൊക്കെ ഉണ്ട്. ഇതിനെല്ലാം പ്രയോജനം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് സീരീസ് ആണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട 12 ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ വസ്തുതകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ചേരുംപടി ചേർക്കാനാണ്. ചേരുംപടി ചേർക്കാനായിട്ട് 4 എണ്ണമുണ്ട്. ആ 4 എണ്ണത്തിനും നേരെ വരുന്നത് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ചമ്പാരൻ സത്യാഗ്രഹമാണ് ആദ്യം നടന്ന 1917. ഓപ്ഷൻ ഡി ആണ്. 1-ന് നേരെ വരുന്നത് ഡി ആണ്. രണ്ടാമത്തത് വരുന്നത് നിസ്സഹകരണ സമരത്തിന് നേരെ വരുന്നത് സി ആണ്. 1920 നിസ്സഹകരണ സമരം. അതുപോലെ തന്നെ മൂന്നാമത്തത് ഉപ്പു സത്യാഗ്രഹം. ആ ഉപ്പു സത്യാഗ്രഹത്തിന് നേരെ വരുന്ന 1930 ഉപ്പു സത്യാഗ്രഹം. 1942 4ാമത് ക്വിറ്റ് ഇന്ത്യ സമരവും വരുന്നുണ്ടല്ലേ. ചമ്പാരൻ സത്യാഗ്രഹം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1917 ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണ്. ഇന്നത്തെ ബീഹാറിലാണ് ചമ്പാരൻ അല്ലേ. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് അല്ലേ. ഗാന്ധിജി, അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് 1917 കർഷക പ്രക്ഷോഭമായ ചമ്പാരൻ സത്യാഗ്രഹം. ബ്രിട്ടീഷ് ഏതിനെതിരെയായിരുന്നു ഈ ചമ്പാരൻ സത്യാഗ്രഹം നയിച്ചത്? ബ്രിട്ടീഷ് നീലം പ്ലാന്റർമാരുടെ ചൂഷണത്തിനെതിരെ സാധാരണക്കാരായ കർഷകരെ അണിനിരത്തി ഗാന്ധിജി നടത്തിയ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാനമായിട്ടുള്ള ഒരു വഴിത്തിരിവായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലവും കാരണങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു അറിയുമോടെ? ഒന്ന്, തീൻഗതിയ സമ്പ്രദായം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചമ്പാരനിലെ കർഷകർ അവരുടെ ആകെ കൃഷിഭൂമിയുടെ 3 ഭാഗത്ത്, അത് ഓർത്തിരിക്കണം, 3 ഭാഗത്ത് നിർബന്ധമായി ഇൻഡിഗോ കൃഷി, നീലം കൃഷി, അതായത് തുണികൾ പണ്ട് കാലത്ത് ചായ മുക്കാനായിട്ട് ഈ നീലമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ നീലം കൃഷി ചെയ്യണമെന്ന് ബ്രിട്ടീഷ് ഭൂ ഉടമകള് നിയമം മൂലം നിർബന്ധമാക്കിയിരുന്നു. അതിനെയാണ് തീൻഗതിയ സമ്പ്രദായം എന്ന് പറയുന്നത്, തീൻഗതിയ സിസ്റ്റം. ചമ്പാരനിലെ കർഷകർ അവരുടെ ആകെ കൃഷിഭൂമിയുടെ 3 ഭാഗം എന്ത് ചെയ്യണം? നിർബന്ധമായും നീലം കൃഷി ചെയ്യണമെന്ന് ബ്രിട്ടീഷ് ഭൂ ഉടമകൾ നിയമം മൂലം നിർബന്ധമാക്കിയിരുന്നതാണ് ഇത് തീൻഗതിയ സമ്പ്രദായം. അതുപോലെ തന്നെ സാമ്പത്തിക ചൂഷണം. കർഷകർ ഉത്പാദിപ്പിക്കുന്ന നീലം പ്ലാന്റർമാർ നിശ്ചയിച്ചിരുന്ന വില വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ ഇത് കർഷകരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പറയാം. ഗാന്ധിജിയുടെ ഇടപെടൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമുക്കറിയാം, ചമ്പാരനിലെ കർഷകരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കി ഒരു പ്രാദേശിക നേതാവുണ്ട് ചമ്പാരനിലെ, രാജ്കുമാർ ശുക്ല. ആ പേര് ഓർത്തിരിക്കണം. ഈ രാജ്കുമാർ ശുക്ല എന്ന കർഷക നേതാവാണ് ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിക്കുന്നത്. ആരാണ്? രാജ്കുമാർ ശുക്ല എന്ന കർഷക നേതാവാണ് ഗാന്ധിജിയെ എവിടേക്ക് ക്ഷണിക്കുന്നത്? ചമ്പാരനിലേക്ക് ക്ഷണിക്കുന്നത്. 1917 ഏപ്രിൽ ഗാന്ധിജി അങ്ങനെ ചമ്പാരനിൽ എത്തിച്ചേരുകയും, അങ്ങനെ ചമ്പാരനിൽ എത്തിച്ചേരുന്ന ഗാന്ധിജി 1917 ചമ്പാരനിൽ എത്തിച്ചേർന്ന ഗാന്ധിജി പ്രദേശത്ത് നിന്ന് ഉടനടി പുറത്തു പോകാനായിട്ട് ബ്രിട്ടീഷ് അധികാരികൾ ഗാന്ധിജിയോട് ഉത്തരവിട്ടു. ഈ ഗാന്ധിജിയോട് ഉത്തരവിട്ടെങ്കിലും ഗാന്ധിജി അത് സമാധാനപരമായി ലംഘിച്ചുകൊണ്ട് ഏതിന് തുടക്കം കുറിച്ചു? സിവിൽ ഡിസോബീഡിയൻസിന്, അതായത് നിയമലംഘന പ്രസ്ഥാനത്തിന് അദ്ദേഹം ചമ്പാരനിൽ വെച്ച് തന്നെ എന്ത് ചെയ്തു? തുടക്കം കുറിച്ചു. ഓർത്തിരിക്കണം, ഈ ചമ്പാരൻ സമരത്തില് ഗാന്ധിജിയോടൊപ്പം അണിചേർന്നവർ ആരൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
അനുഗ്രഹ നാരായൺ സിൻഹ, ആചാര്യ കൃപലാനി. ആരൊക്കെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അനുഗ്രഹ നാരായൺ സിൻഹ, ആചാര്യ കൃപലാനി തുടങ്ങിയവർ എന്ത് ചെയ്തു? പ്രമുഖ നേതാക്കൾ ഈ സമരത്തിൽ ഗാന്ധിജിയോടൊപ്പം അണി ചേരുകയാണ് ഉണ്ടായത്. ഈ സമരത്തിൽ 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിൽ. ഈ സമരത്തിന്റെ ഫലം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. പ്രതിഷേധം ശക്തമായതോടെ ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്തു? ചമ്പാരൻ കാർഷിക അന്വേഷണ സമിതി, ചമ്പാരൻ അഗ്രേറിയൻ എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കാൻ നിർബന്ധിതരായിത്തീരുകയും ഗാന്ധിജിയും ഈ സമിതിയിലെ ചമ്പാരൻ കാർഷിക അന്വേഷണ സമിതിയിൽ അംഗമാവുകയും അങ്ങനെ സമിതിയുടെ ശുപാർശ പ്രകാരം 1918 എന്ത് ചെയ്തു? ചമ്പാരൻ കാർഷിക നിയമം, ചമ്പാരൻ അഗ്രേറിയൻ ആക്ട് പാസ്സാക്കുകയും അങ്ങനെ പീഡനാത്മകമായ തീൻകടിയ സമ്പ്രദായം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ തീൻകടിയ സമ്പ്രദായം നിർത്തലാക്കുകയും കൂടാതെ കർഷകരിൽ നിന്ന് നിയമവിരുദ്ധമായി പിരിച്ചെടുത്ത തുകയുടെ ഒരു ഭാഗം തിരികെ നൽകാനും ഭൂവുടമകളൊക്കെ തയ്യാറാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഓർത്തിരിക്കണം, ഇവിടെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ കർഷകരെ സജീവമായ പങ്കാളിത്തമാക്കാൻ കഴിഞ്ഞ ഒരു സമരമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമരമുറയുടെ കരുത്ത് തെളിയിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞ ആദ്യ പരീക്ഷണ സമരമായിരുന്നു ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. അങ്ങനെ ഈ സമരത്തിന്റെ വിജയത്തോടു കൂടിയാണ്, ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ വിജയത്തോടു കൂടിയാണ് നമ്മുടെ ഗാന്ധിജി, മോഹൻദാസ് കരംചാന്ദ് ചമ്പാരൻ സത്യാഗ്രഹം എന്താണ്, എവിടെയാണ് നടന്നത്, അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അടുത്തത് നിസ്സഹകരണ സമരമാണ് അല്ലെ. ഈ നിസ്സഹകരണ സമരം 1920 നമുക്കറിയാം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ച, അങ്ങനെയും ചോദിക്കാം, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ച ചരിത്ര പ്രസിദ്ധമായ ജനകീയ പ്രക്ഷോഭമാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് എന്ന നിസ്സഹകരണ സമരം. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ച ചരിത്ര പ്രസിദ്ധമായ ജനകീയ പ്രക്ഷോഭമാണ്. ഈ 4 സംഭവവും മഹാത്മാഗാന്ധിയായിട്ട് ബന്ധപ്പെട്ടത്, അതറിഞ്ഞിരിക്കണം. ചമ്പാരൻ സത്യാഗ്രഹമായാലും, നിസ്സഹകരണ സമരമായാലും, ഉപ്പ് സത്യാഗ്രഹമായാലും, ക്വിറ്റ് ഇന്ത്യ സമരമായാലും. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിലുടനീളം വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന ആദ്യത്തെ രാജ്യവ്യാപകമായ സത്യാഗ്രഹ സമരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും 1920 നിസ്സഹകരണ സമരമാണ്. അക്രമരഹിതമായ മാർഗങ്ങളിലൂടെ ബ്രിട്ടീഷ് സർക്കാരുമായുള്ള എല്ലാവിധ സഹകരണങ്ങളും പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം, നിസ്സഹകരണ സമരത്തിന്റെ ലക്ഷ്യം. എന്തായിരുന്നു ഈ നിസ്സഹകരണ സമരം സംഘടിപ്പിക്കാനുണ്ട കാരണം അറിഞ്ഞിരിക്കണം. ഒന്ന് റൗലത്ത് ആക്ട്, രണ്ടാമത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, മൂന്നാമത്തത് ഖിലാഫത്ത് പ്രസ്ഥാനവും അതുപോലെ നാലാമത് സാമ്പത്തിക ചൂഷണമൊക്കെയാണ്. അതിൽ റൗലത്ത് ആക്ട് 1919 റൗലത്ത് ആക്ട് എന്താണ്? ഈ റൗലത്ത് ആക്ടിൽ പറയുന്നത്, വിചാരണ കൂടാതെ ആരെയും തടവിലാക്കാൻ ബ്രിട്ടീഷ് സർക്കാരിന് അധികാരം നൽകുന്ന കരിനിയമമായിരുന്നു റൗലത്ത് ആക്ട് എന്ന് പറയുന്നത്. വിചാരണ കൂടാതെ ആരെയും തടവിലാക്കാൻ ബ്രിട്ടീഷ് സർക്കാരിന് അധികാരം നൽകുന്ന കരിനിയമം. അപ്പോൾ ഈ കരിനിയമം നടപ്പിലാക്കിയത് വലിയ പ്രതിഷേധത്തിനൊക്കെ കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അമൃതസറിലെ ജാലിയൻ വാലാബാഗിൽ സമാധാനപരമായി യോഗം ചേർന്ന ജനങ്ങൾക്ക് നേരെ ബ്രിട്ടീഷ് പട്ടാളം നടത്തിയ ക്രൂരമായ വെടിവെപ്പ് രാജ്യത്തെ ഞെട്ടിക്കുന്നുണ്ട്. ഇതും നിസ്സഹകരണ സമരത്തിലേക്ക് നയിച്ചു. അതുപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം, 1-ാം ലോക മഹായുദ്ധത്തിൽ ശേഷം തുർക്കിയിലെ ഖലീഫയോട് ബ്രിട്ടീഷുകാർ കാണിച്ച അനീതിക്കെതിരെ ഇന്ത്യൻ മുസ്ലിങ്ങൾ ആരംഭിച്ച പ്രസ്ഥാനത്തെ ഗാന്ധിജി എന്ത് ചെയ്തു? പിന്തുണയ്ക്കുകയും അത് മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് കാരണമാവുകയൊക്കെ ചെയ്തു. അതുകൂടാതെ 1-ാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം 1918 1-ാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം രാജ്യത്തുണ്ടായ കടുത്ത വിലക്കയറ്റവും നികുതി ഭാരവും സാധാരണക്കാരെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ചിന്തിപ്പിക്കാനൊക്കെ ഇടയാക്കി. അങ്ങനെ 1920 സെപ്റ്റംബറിൽ കൊൽക്കത്തയിൽ നടന്ന പ്രത്യേക കോൺഗ്രസ് സമ്മേളനത്തിലാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകുന്നത്. അങ്ങനെ സമരം 2 രീതിയിലാണ് മുന്നോട്ട് പോയത്. ഒന്ന് ബോയ്ക്കോട്ട്, ബഹിഷ്കരണങ്ങൾ, അതായത് ബ്രിട്ടീഷ് സർക്കാരിന്റെ പദവികളും ബഹുമതികളും ഉപേക്ഷിക്കുക.
അത് നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഗാന്ധിജി തനിക്ക് ലഭിച്ചിരുന്ന പദവിയായ കൈസറി ഹിന്ദ് പദവിയൊക്കെ നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ട് ഉപേക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ സ്കൂളുകളും കോളേജുകളും കോടതികളും ബഹിഷ്കരിക്കുക, വിദേശ വസ്ത്രങ്ങളും ഉൽപ്പന്നങ്ങളും പൂർണ്ണമായി ബഹിഷ്കരിക്കുകയും അവ തെരുവിൽ പൊതുവായി കത്തിക്കുകയും ചെയ്യുക, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക. ഇത് ബോയ്ക്കോട്ട് ബഹിഷ്കരണങ്ങളുടെ ഭാഗമായിട്ട് നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ബഹിഷ്കരണങ്ങളാണ്. ഇനി അതുപോലെ തന്നെ രചനാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്, അത് നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിരുന്നു. അതായത് സ്വദേശി ഉൽപ്പന്നങ്ങളുടെ പ്രചാരണവും ഖാദി വസ്ത്രങ്ങളുടെ നിർമ്മാണവും, അതായത് ചർക്ക ഉപയോഗിച്ചായിരുന്നു ഖാദി വസ്ത്രങ്ങൾ നെയ്തിരുന്നത്. അതുപോലെ തന്നെ ദേശീയ വിദ്യാലയങ്ങളുടെ സ്ഥാപനം, ഉദാഹരണമായിട്ട് നമുക്കറിയാം ജാമിയ മിലിയ ഇസ്ലാമിയെയും കാശി വിദ്യാപീഠത്തിന്റെ, കാരണം ബ്രിട്ടീഷ് സർവകലാശാലകൾ, ബ്രിട്ടീഷുകാരുടെ സ്കൂളുകളും കോളേജുകളിലും ബഹിഷ്കരിക്കാൻ പറഞ്ഞിരുന്നു. ദേശീയ വിദ്യാലയ സ്ഥാപനങ്ങൾക്ക് അത് മുന്നോട്ടുള്ള പ്രചോദനം നൽകി, രൂപീകരിക്കാനായിട്ട് മുന്നോട്ടുള്ള അങ്ങനെ രൂപീകരിച്ചതാണ് ജാമിയ മിലിയ ഇസ്ലാമിയെയും കാശി വിദ്യാപീഠവും. അതുപോലെ മദ്യവർജന പ്രചാരണങ്ങളും അയിത്തോച്ചാടനവും, ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം ശക്തമാക്കൽ. അങ്ങനെ ഈ സമരം, ഈ ചമ്പാരൻ നിസ്സഹകരണ സമരം പിൻവലിക്കാനുണ്ടായ കാരണം നമുക്കറിയാം 1922 ചൗരി ചൗര സംഭവമാണെന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഉപ്പു സത്യാഗ്രഹം. നമുക്ക് എല്ലാവർക്കും അറിയാം 1930 ഉപ്പു സത്യാഗ്രഹം അല്ലെ. ആദ്യമായിട്ടൊക്കെ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികളൊക്കെ ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. പുതിയ കുട്ടികൾ നന്നായി ശ്രദ്ധിക്കുക. കുറേയധികം കാര്യങ്ങൾ അവർ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ 1930 ഉപ്പു സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന ചരിത്ര പ്രസിദ്ധമായ നിയമലംഘന സമരമാണ് സാൾട്ട് സത്യാഗ്രഹം അഥവാ ഉപ്പു സത്യാഗ്രഹം, അല്ലെങ്കിൽ ദണ്ഡി യാത്ര എന്നൊക്കെ അറിയപ്പെടും, ദണ്ഡി മാർച്ച്. ഇന്ത്യയുടെ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനത്തിന്റെ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ ഔദ്യോഗികമായ തുടക്കം കുറിച്ചത് ഒന്നായിരുന്നു ഏത്? ഉപ്പു സത്യാഗ്രഹം. അപ്പൊ ഇന്ത്യയില് സിവിൽ നിയമന ലംഘന പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ തുടക്കമായിരുന്നു ഉപ്പു സത്യാഗ്രഹം എന്ന് പറയുന്നത്. ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായ ഉപ്പിന്മേൽ എന്ത് ചെയ്തിരുന്നു? ബ്രിട്ടീഷ് സർക്കാർ ഏർപ്പെടുത്തിയ നികുതിക്കും കുത്തകയ്ക്കും എതിരെയാണ്. അതിനെതിരെ നടന്ന സമാധാനം, കാരണം അവര് മാത്രമേ ഉപ്പ് ഉത്പാദിപ്പിക്കാവൂ. അതുപോലെ തന്നെ അമിതമായ നികുതി ബ്രിട്ടീഷുകാരെ ചുമത്തിയിരുന്നു. അപ്പോൾ ഇതിനെതിരെ നടന്ന സമാധാനപരമായ പ്രതിഷേധമായിരുന്നു 1930 ഉപ്പു സത്യാഗ്രഹം. ഇത് തുടക്കം കുറിച്ച് അറിഞ്ഞിരിക്കുന്ന 1930 മാർച്ച് 12 ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട 78 അനുയായികളുമാണ് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ടത്. ഏകദേശം 390 കിലോമീറ്റർ 240 മൈല് കാൽനടയായിട്ട് അവർ സഞ്ചരിക്കുന്നുണ്ട്. 24 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഗുജറാത്തിലെ കടലോര ഗ്രാമമായ ദണ്ഡിയിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് ദണ്ഡി മാർച്ച് എന്ന് അറിയപ്പെടുന്നത്. 1930 ഏപ്രിൽ 5 24 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം എത്തിച്ചേർന്നു. 1930 ഏപ്രിൽ 6 രാവിലെ ഗാന്ധിജി എന്ത് ചെയ്ത്? കടപ്പുറത്ത് നിന്ന് ഒരു പിടി മണലെടുത്ത് ഉപ്പുണ്ടാക്കിക്കൊണ്ടാണ് ബ്രിട്ടീഷ് നിയമം, ഉപ്പ് നിയമം ലംഘിച്ചത് അല്ലെ. അങ്ങനെ നിയമ ലംഘനം നടന്നത്. കേരളത്തിൽ ഇതിന്റെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു നിങ്ങൾക്കറിയാം. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രമായി അറിയപ്പെടുന്നത്. കേരള സിംഹം എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥയൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ഉപ്പു സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് വരിക സഹചരേ സഹന സമരമായി എന്നുള്ളൊരു ഗാനമുണ്ടോ? അപ്പോൾ 1930 ഉപ്പു സത്യാഗ്രഹ ജാഥയുടെ ആവേശമായി മാറിയ വിപ്ലവ ഗാനമാണ് അംഷി നാരായണ പിള്ള രചിച്ച വരിക സഹചരേ എന്ന ദേശഭക്തി ഗാനം എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഉപ്പു സത്യാഗ്രഹത്തിന് നമുക്കറിയാം മറ്റ് കേന്ദ്രങ്ങൾ കേരളത്തിലെ കോഴിക്കോട് കടപ്പുറത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും പി കൃഷ്ണപിള്ള തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഉപ്പുകുറുക്കൽ സമരമൊക്കെ നടന്നു. തമിഴ്നാട്ടില് സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് വേദാരണ്യത്തിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നടന്നിരുന്നു.
അതുപോലെ തന്നെ മഹാരാഷ്ട്രയില് സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തില് ധരാസന ഉപ്പുശാലയിലേക്ക് ശക്തമായ പ്രതിഷേധ മാർച്ചൊക്കെ നടന്നു. ഇങ്ങനെ ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ഗാന്ധിജി ഉൾപ്പെടെ 10,000-കണക്കിന് നേതാക്കളെയും അണികളെയും ബ്രിട്ടീഷ് സർക്കാർ ജയിലിലൊക്കെ അടയ്ക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, സമരം അങ്ങനെ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു പറ്റിയതോടെ ബ്രിട്ടീഷുകാർ ഒത്തുതീർപ്പിനൊക്കെ നിർബന്ധിതമായി തീരുകയും അങ്ങനെ ഇതിന്റെ ഫലമായിട്ടാണ് ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, 1931 ഗാന്ധി ഇർവിൻ കരാർ, ഗാന്ധി ഇർവിൻ പാക്ട് അങ്ങനെ ഒപ്പുവെക്കുകയും സ്വന്തം ആവശ്യത്തിന് ഒപ്പുണ്ടാക്കുന്ന സ്വാതന്ത്ര്യം ഇന്ത്യക്കാർക്ക് ഭാഗികമായി ലഭിക്കുകയൊക്കെ ചെയ്ത്. ഗാന്ധി ഇർവിൻ പാക്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി അടുത്ത 4ാമത്തെ ക്വിറ്റ് ഇന്ത്യ സമരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1942 1942 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഉടനടി ഇന്ത്യ വിട്ടുപോകുക എന്ന ഏക ലക്ഷ്യത്തോടെ പ്രഖ്യാപിക്കപ്പെട്ട സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാനഘട്ട പോരാട്ടമായി കണക്കാക്കപ്പെടുന്നതിന് ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. എന്തായിരുന്നു ഈ സമരത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്? ഒന്നാമത്തത് ക്രിപ്സ് മിഷന്റെ പരാജയം. 1942 ക്രിപ്സ് മിഷന്റെ പരാജയം. യുദ്ധാനന്തരം ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകാമെന്ന സർ സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടിരുന്ന കോൺഗ്രസ് നിരസിക്കുകയാണ് ചെയ്തത്. ഇതാണ് ക്രിപ്സ് മിഷന്റെ പരാജയം 1942. അതുകൂടാതെ 2ാം ലോക മഹായുദ്ധം. ഈ 2ാം ലോക മഹായുദ്ധം കാരണം ഇന്ത്യയിലെ വിലക്കയറ്റവും ഭക്ഷ്യക്ഷാമവും ഒക്കെ രൂക്ഷമായി. ജപ്പാന്റെ ആക്രമണ ഭീഷണി ഇന്ത്യക്ക് മേലുണ്ടായതും ബ്രിട്ടീഷുകാരെ പെട്ടെന്ന് പുറത്താക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുക. നമുക്കറിയാം, ഈ ക്വിറ്റ് ഇന്ത്യ സമര പ്രഖ്യാപനത്തോടനുബന്ധിച്ച് നടന്നൊരു മുദ്രാവാക്യമുണ്ട്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത്, ഇപ്പോൾ അതിനെ ക്വിറ്റ് ഇന്ത്യ മൈതാനം എന്നാണ് അറിയപ്പെടുന്നത്, ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കുന്നുണ്ട് 1942 ഓഗസ്റ്റ് 8. ഈ സമ്മേളനത്തിലാണ് ഗാന്ധിജി തന്റെ പ്രശസ്തമായിട്ടുള്ള ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാന മുദ്രാവാക്യം ജനങ്ങൾക്ക് നൽകിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരിക അല്ലെങ്കിൽ ആ ശ്രമത്തിൽ ജീവൻ വെടിയുക എന്നുള്ളതായിരുന്നു ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. ഈ ക്വിറ്റ് ഇന്ത്യ സമരാനന്തരം പ്രധാന നേതാക്കളൊക്കെ അറസ്റ്റ് വരിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 9 പുലർച്ചെ തന്നെ ഓപ്പറേഷൻ സീറോ അവർ. ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെ ചോദിക്കാൻ. ഓപ്പറേഷൻ സീറോ അവർ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. നേതാക്കളെ അറസ്റ്റ് ചെയ്തതാണ്. ഓഗസ്റ്റ് 9 പുലർച്ചെ തന്നെ ഓപ്പറേഷൻ സീറോ അവർ എന്ന രഹസ്യ നീക്കത്തിലൂടെയാണ് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ തുടങ്ങിയ പ്രമുഖ നേതാക്കളെയെല്ലാം ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ പ്രമുഖ നേതാക്കളെല്ലാം ജയിലിലായതോടെ ജനങ്ങളാണ് സ്വയം സമരം ഏറ്റെടുക്കുകയും റെയിൽവേ ലൈനുകൾ തകർക്കുകയും ടെലിഗ്രാഫ് ലൈനുകൾ മുറിക്കുകയും സർക്കാർ ഓഫീസുകൾ ആക്രമിക്കുകയും അങ്ങനെ ഈ പ്രക്ഷോഭം എന്തായി മാറി? പ്രതിഷേധമായിട്ട് മാറുകയായിരുന്നു. അരുണ ആസിഫ് അലി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന അരുണ ആസിഫ് അലി, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നൊക്കെ അറിയപ്പെടുന്ന അരുണ ആസിഫ് അലി, ജയപ്രകാശ് നാരായൺ, രാം മനോഹർ ലോഹ്യ, സുചേത കൃപലാനി തുടങ്ങിയ യുവ നേതാക്കൾ എന്ത് ചെയ്തു? ഒളിവിലിരുന്ന് സമരത്തിന് നേതൃത്വം നൽകിയിരുന്നു. അരുണ ആസിഫ് അലി ബോംബെയിൽ ദേശീയ പതാകയൊക്കെ ഉയർത്തുന്നുണ്ട്. ഇക്കാലത്ത് ഈ ദേശീയ പതാക ഉയർത്തിയത് സമരത്തിന് വലിയ ആവേശമായി. കോൺഗ്രസ് റേഡിയോ എന്ന രഹസ്യ റേഡിയോയിലൂടെയാണ് ഉഷാ മേത്ത അക്കാലത്ത് വാർത്തകൾ പ്രചരിപ്പിച്ചത്. കേരളത്തിലും ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ അലയൊലികൾ ഉണ്ടായി. അത് നിങ്ങൾക്കറിയാം. കോഴിക്കോട്, കടപ്പുറത്തും കൊച്ചിയിലും തിരുവിതാംകൂറിലും വൻ ജനകീയ പ്രക്ഷോഭങ്ങൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടായി. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നാണ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. കീഴരിയൂർ ബോംബ് കേസ് നിങ്ങൾക്കറിയാം. 1942 കീഴരിയൂർ ബോംബ് കേസ്. കോഴിക്കോട്ടെ കീഴരിയൂരില് ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ബോംബുകൾ നിർമ്മിച്ചു എന്ന പേരിൽ KB മേനോൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ എടുത്ത കേസ് കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ സമര ചരിത്രത്തിലെ
പ്രധാന സംഭവമാണ്. KB മേനോൻ കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ സമരത്തിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് സർക്കാർ ക്രൂരമായ അടിച്ചമർത്തലുകളിലൂടെയാണ് സമരത്തെ നേരിട്ടതെന്ന് നിങ്ങൾക്കറിയാം. ലക്ഷക്കണക്കിന് ആളുകൾ ജയിലിലാവുകയും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. സമരം താത്കാലികമായിട്ടൊക്കെ അടിച്ചമർത്തിയെങ്കിലും ഇന്ത്യയിൽ ഇനി അധികകാലം ഭരണം തുടരാൻ കഴിയില്ലെന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുത്തി കൊടുത്ത ഒന്നാണ് 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ കുറേയധികം വസ്തുക്കൾ ഈ 4 പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏത് സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉത്തർപ്രദേശിന്റെ തനത് കലാരൂപമാണ് കഥക് എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിന്റെ തനത് കലാരൂപമാണ് കഥക്. കഥകളി അല്ലേ, കഥകാണേ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ, ഓരോ സംസ്ഥാനത്തെയും ശാസ്ത്രീയ നൃത്തരൂപങ്ങളും നോക്കിയാലോ. കേരളം നമുക്കറിയാം, കേരളത്തിൻ്റെയാണ് കഥകളിയും മോഹിനിയാട്ടവും. തമിഴ്നാടിന്റെ ഭരതനാട്യം, ആന്ധ്രാപ്രദേശിന്റെ കുച്ചിപ്പുടി, ഉത്തർപ്രദേശിൽ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഥകാണ്. ഒഡീഷ, അതിൽ തന്നെ പേരുണ്ട് ഒഡീസി. അസമിലെയാണ് സത്രിയ, ചോദിക്കാറുണ്ട് അസമിലെ സത്രിയ. മണിപ്പൂരിലെ മണിപ്പൂർ, അതിൽ തന്നെ പേരുണ്ട്. കിഴക്കൻ ഇന്ത്യ, അതായത് ബംഗാൾ, ഒഡീഷയിലെ ചൗ എന്ന് പറയുന്നത്. കേരളം കഥകളി മോഹിനിയാട്ടം, തമിഴ്നാട് ഭരതനാട്യം, ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടി, ഉത്തർപ്രദേശ് കഥക്, ഒഡീഷയിലെ ഒഡീസി, അസമിലെ സത്രിയ, മണിപ്പൂരിലെ മണിപ്പൂരി, കിഴക്കൻ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ബംഗാളിലെ ഒഡീഷയിലെയും ചൗ. ഇനി അതുപോലെ തന്നെ ചില പ്രമുഖ സംസ്ഥാനങ്ങളിലെ ഫോക്ക് ആർട്ട് ഫോംസും കൂടെ നിറഞ്ഞ, അതായത് നാടോടി കലാരൂപങ്ങളും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. കേരളത്തിലെ തെയ്യം വടക്കൻ മലബാറിലെ പ്രശസ്തമായിട്ടുള്ള അനുഷ്ഠാന കലയാണ് തെയ്യം. അതേപോലെ കേരളത്തിലെ തുള്ളലായ ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ച ജനകീയ കലാരൂപമാണ് തുള്ളല്. അതേപോലെ പടയണി മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലയാണ് പടയണി. അതുപോലെ തന്നെ മാർഗംകളി, ഒപ്പന, തിരുവാതിരക്കളി ഇവയൊക്കെ പ്രമുഖ സാമൂഹിക ആഘോഷ നൃത്തങ്ങളാണ് നിങ്ങൾക്കറിയാം. ഇനി തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കരകാട്ടം കേട്ടിട്ടുണ്ടോ? കരകാട്ടം തലയിൽ കുടം വെച്ചുകൊണ്ടുള്ള പരമ്പരാഗത നൃത്തമാണ് കരകാട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാവടിയാട്ടം മുരുകൻ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലയാണ് ഏത്? കാവടിയാട്ടം. അതുപോലെ കുമ്മി, കോലാട്ടം സ്ത്രീകൾ കൈയടിച്ചും വടികൾ കൂട്ടിയടിച്ചും നടത്തുന്ന തമിഴ്നാട്ടിലെ നൃത്തമാണ് കുമ്മി അഥവാ കോലാട്ടം. ഇനി കർണാടകയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം യക്ഷഗാനമുണ്ട്, ഡോല്ലു കുനിത. അതേപോലെ ആന്ധ്രാപ്രദേശും തെലങ്കാനയുമായി ബന്ധപ്പെട്ട കലങ്കാരിയും ലംബാഡിയും ഉണ്ട്. ഗുജറാത്തിലെ കേട്ടിട്ടുണ്ട് ഗർഭ, ദണ്ഡിയ റാസ്. ഭവായി ഒരു നാടോടി നാടകരൂപമാണ് ഭവായി, അത് ഗുജറാത്തിലാണ്. രാജസ്ഥാനിലെ ഖൂമർ, എന്താണ് ഖൂമർ? ഭീൽ ഗോത്ര വിഭാഗത്തിൽ ഉത്ഭവിച്ച സ്ത്രീകൾ വട്ടത്തിൽ കറങ്ങി നൃത്തം ചെയ്യുന്ന രൂപമാണ് രാജസ്ഥാനിലെ ഖൂമർ എന്ന് പറയുന്നത്. അതുപോലെ കാൽബേലിയ, ഫാറ്റ് പെയിന്റിംഗ്, പഞ്ചാബിലെ ഭംഗ്ര, ഗിദ്ദ, മഹാരാഷ്ട്രയിലെ ലാവണി, ബീഹാറിലെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, മധുബനി ചിത്രകല. ബീഹാറിലെ ലോക പ്രശസ്തമായ പരമ്പരാഗതമായ ചുമർ ചിത്രകലയാണ് ഏതാണ്? മധുബനി ചിത്രകല. അതുപോലെ വിദേശിയ, അതും ഭിഖാരി താക്കൂർ ജനപ്രിയമാക്കിയ ബീഹാറിലെ നാടോടി നാടകമാണ് ഏതാണ്? വിദേശിയ. ബിഹു നിങ്ങൾക്കറിയാം, അസമിലെ സത്രിയയും അസമിലെ നാടോടി നൃത്തരൂപമാണ്. അസമിലെ പ്രധാന വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള നൃത്തമാണ് ബിഹു എന്ന് പറയുന്നത്. അല്ല ജമ്മു കാശ്മീരിലെ റൌഫ് എന്ന് പറയുന്ന നൃത്തം ചെയ്യുന്ന രൂപമുണ്ട്, പാടി നൃത്തം ചെയ്യുന്ന രൂപമാണ്. വസന്തകാലത്തും റമദാൻ സമയത്തുമൊക്കെ സ്ത്രീകൾ വരിവരിയായി നിന്ന് പാടി നൃത്തം ചെയ്യുന്ന രൂപമാണ് റൌഫ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷമാണ്? അപ്പൊ ഇവിടെ 4 ഓപ്ഷൻ തന്നിരിക്കുന്ന കൺഫ്യൂസ് ആകുന്ന ഓപ്ഷനാണ്. ഓർത്തിരിക്കണം, 1905 ഓഗസ്റ്റ് 7-നാണ്. ഓഗസ്റ്റ് 7-നാണ്
1905 ഓഗസ്റ്റ് 7 ബ്രിട്ടീഷ് ഭരിത കൊളോണിയൻ പ്രക്ഷോഭമായ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്ന ബംഗാൾ വിഭജനത്തോടനുബന്ധിച്ചാണ് 1905 ഓഗസ്റ്റ് 7 എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് വിരുദ്ധ കൊളോണിയൽ പ്രക്ഷോഭമായ സ്വദേശി പ്രസ്ഥാനം, സ്വദേശി മൂവ്മെന്റ് ആരംഭിക്കുന്നത്. സ്വദേശി എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ എന്നാണ് അർത്ഥം. വിദേശ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ബഹിഷ്കരിക്കുകയും ഭാരതീയ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ച് രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുകയുമായിരുന്നു ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. നമുക്കറിയാം, മഹാത്മാഗാന്ധി ഈ പ്രസ്ഥാനത്തെ എക്സാമിന് ചോദിക്കാം. സ്വദേശി പ്രസ്ഥാനത്തെയാണ് മഹാത്മാഗാന്ധി സോൾ ഓഫ് സ്വരാജ് എന്ന് വിശേഷിപ്പിച്ചത്. സ്വരാജിന്റെ ആത്മാവെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് 1905 ഓഗസ്റ്റ് 7 രൂപീകൃതമായ സ്വദേശി പ്രസ്ഥാനത്തെയാണ്. എന്തായിരുന്നു ഈ സ്വദേശി പ്രസ്ഥാനം രൂപം കൊള്ളാനുള്ള കാരണം? നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. ബംഗാൾ വിഭജനം. 1905 അന്നത്തെ വൈസ്രോയി, ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന കുതന്ത്രത്തിലൂടെ ബംഗാളിനെ വിഭജിക്കാനൊക്കെ തീരുമാനിച്ചു. ഇതോടെ ശക്തമായ കൊളോണിയൻ വിരുദ്ധ വികാരം രാജ്യത്തുണ്ടാകുകയും അങ്ങനെ 1905 ഓഗസ്റ്റ് 7 കൽക്കട്ട ടൗൺ ഹാളിൽ ചേർന്ന വൻ യോഗത്തിലാണ് സ്വദേശി പ്രസ്ഥാനം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഓക്കെ അല്ലേ? വിദേശ വസ്തു ബഹിഷ്കരണം, സ്വദേശി വ്യവസായങ്ങളുടെ വളർച്ച, ദേശീയ വിദ്യാഭ്യാസം, ഇതൊക്കെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടതാണ്. അപ്പോൾ ഇതിന്റെ പ്രമുഖ നേതാക്കൾ ഈ പ്രസ്ഥാനത്തെ ഇന്ത്യയൊട്ടാകെ വ്യാപിപ്പിച്ചു. അതിൽ തീവ്ര ദേശീയവാദികളായ ലാൽ ബാൽപാൽ, നിങ്ങൾക്കറിയാം, ലാലാ ലജ്പത് റായും ബാലഗംഗാധര തിലകനും ബിപിൻ ചന്ദ്രപാലും. ലാലാ ലജ്പത് റായ് പഞ്ചാബിലും ബാലഗംഗാധര തിലക് മഹാരാഷ്ട്രയിലും ബിപിൻ ചന്ദ്രപാൽ ബംഗാളിലും. ഇവരെ കൂടാതെ അരവിന്ദ ഘോഷ്, സുരേന്ദ്രനാഥ ബാനർജി, രവീന്ദ്രനാഥ ടാഗോർ ഒക്കെ ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഈ സമയത്താണ് അദ്ദേഹം അമർ സോന ബംഗ്ല രചിച്ചത്. അമർ സോന ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇത് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണെന്ന് നിങ്ങൾക്കറിയാം. ഈ സ്വദേശി പ്രസ്ഥാനത്തെ തുടർന്നാണ് കോൺഗ്രസില് ഉണ്ടായ ഒരു പിളർപ്പുണ്ട്. മിതവാദികളും തീവ്രവാദികളും ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. രണ്ട് വിഭാഗങ്ങളൊക്കെ ആയി മാറുന്നുണ്ട്. അതിനെ സൂററ്റ് പിളർപ്പ് എന്നാണ് പറയുന്നത്. 1907 സൂററ്റ് പിളർപ്പ്. അങ്ങനെ തീവ്രമായ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് 1911 ബ്രിട്ടീഷ് സർക്കാർ ബംഗാൾ വിഭജനമൊക്കെ റദ്ദാക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന വസ്തുതയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി. ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദിയാണ്. ബ്രിക്സ് സമ്മിറ്റ് അല്ല ചോദിച്ചിരിക്കുന്നത്, ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി. അപ്പോൾ ആദ്യ ബ്രിക്സ് യുവജനോത്സവം നടക്കുന്നത് റഷ്യയിലാണ്. 2025 ഓർത്തിരിക്കണം, 2025 ബ്രിക്സ് യുവജനോത്സവം. അതായത് അല്ലെങ്കിൽ ബ്രിക്സ് യൂത്ത് ട്രാക്ക് അല്ലെങ്കിൽ ബ്രിക്സ് യൂത്ത് ഫെസ്റ്റിവൽ. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സ്, അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നിവ ചേർന്നാണല്ലോ ബ്രിക്സ്. ഈ അംഗരാജ്യങ്ങളിലെ യുവാക്കൾ തമ്മിലുള്ള സാംസ്കാരിക, വിദ്യാഭ്യാസ, സാമൂഹിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി വർഷം തോറും നടത്തുന്ന രാജ്യാന്തര പരിപാടിയാണ് ഏത്? ബ്രിക്സ് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്, ബ്രിക്സ് യൂത്ത് ട്രാക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ നേതൃത്വം ഉണ്ടായി എന്നാണ് 2026 ഇന്ത്യക്കായിരുന്നു അധ്യക്ഷ പദവി. 2026 ബ്രിക്സ് കൂട്ടായ്മയുടെ ചെയർമാൻ സ്ഥാനം ഇന്ത്യക്കാണ്. ഇതിന്റെ ഭാഗമായി ഇന്ത്യയുടെ ഔദ്യോഗിക ബ്രിക്സ് യുവജന കോർഡിനേഷൻ യോഗം ഭാരത സർക്കാരിന്റെ യുവജന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വെർച്വലായിട്ടാണ്, ഓൺലൈനായിട്ട് നടത്തി കഴിഞ്ഞു ബ്രിക്സ് യൂത്ത് കോർഡിനേഷൻ മീറ്റിംഗ്. ഇപ്പൊ ഈ 2026 പ്രമേയം എന്ന് പറയുന്നത് ബിൽഡിംഗ് ഫോർ റെസിലൻസ്, ഇന്നൊവേഷൻ, കോഓപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ് 2026 ബ്രിക്സ് യുവജനോത്സവത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. പ്രതിരോധം, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കുള്ള നിർമ്മിതി എന്നതാണ് ഈ വർഷത്തെ 2026 ഇന്ത്യയാണ് വേദിയാകുന്നത്. 2026
ബ്രിക്സ് യുവജന പരിപാടിയുടെ പ്രധാന പ്രമേയം. ഇത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ 2026 എന്ത് നടക്കുന്നുണ്ട്? യൂത്ത് ഉച്ചകോടി നടക്കുന്നുണ്ട്, യുവജന സമ്മിറ്റ്, യൂത്ത് സമ്മിറ്റ്. അതുപോലെ യൂത്ത് ഡെവലപ്മെന്റ് ഫോറം, യുവജന വികസന ഫോറം, സർവ് ബ്രിക്സ് വോളണ്ടിയറിംഗ്. അതുപോലെ തന്നെ കൂടാതെ എന്തുണ്ട്? യുവജന മന്ത്രിമാരുടെ സമ്മേളനങ്ങളൊക്കെ നടക്കും. കേരളത്തിന് അഭിമാനമായിരുന്നു 2025 റഷ്യയുടെ പങ്കാളിത്തത്തിലൂടെ നടന്ന യുവജനോത്സവം. 2025 സെപ്റ്റംബറിൽ റഷ്യയിലെ കസാനിലാണ്. ആ കസാൻ നഗരത്തിൽ നടന്ന ബ്രിക്സ് പ്ലസ് യുവജനോത്സവത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത 10 വിദ്യാർത്ഥികളും കേരളത്തിൽ നിന്നുള്ളതായിരുന്നു. അതുകൊണ്ടത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുകൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ ആണ്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ വിമാനത്താവളമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. നമുക്കറിയാം, താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാണ്. നമ്മൾക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന്. ഇത് മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിനോടനുബന്ധിച്ച് നെഹ്റുവിന്റെ വാക്കുകളാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നോ 1966 ജനുവരി 10 താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? അപ്പൊ താഷ്കന്റ് കരാർ കേട്ടിട്ടുണ്ടാവും, പുതിയ കുട്ടികൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യയും പാകിസ്ഥാനുമായിരുന്നു 1966 ജനുവരി 10 അതായത് 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച ചരിത്ര പ്രസിദ്ധമായ സമാധാന ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ. അത് ഒപ്പിട്ടത് 1966 ജനുവരി 10 അന്നത്തെ USSRന്റെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു ഉസ്ബെക്കിസ്ഥാൻ. ഈ ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായിരുന്നു, അന്ന് USSRന്റെ ഭാഗമായിരുന്നു, പിന്നീടാണ് സ്വതന്ത്രമാകുന്നത്. USSRന്റെ ഭാഗമായിരുന്ന ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കെന്റിൽ വെച്ചാണ് 1966 ജനുവരി 10 ഒപ്പുവെക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് എക്സാമിന് ചോദിക്കാൻ ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു. പാകിസ്ഥാനെ പ്രതിനിധീകരിച്ചത് പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയ്യൂബ് ഖാൻ ആയിരുന്നു. അതിനെ മധ്യസ്ഥത വഹിച്ചത്, ഈ താഷ്കന്റ് കരാറിൽ ഒപ്പുവെക്കുമ്പോൾ മധ്യസ്ഥത വഹിച്ചത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ പ്രൈമർ എന്നാണ് അറിയപ്പെടുന്നത്. പ്രീമിയർ ആണ്, അതായത് പ്രധാനമന്ത്രി അലക്സി കോസിഗിനാണ്. അപ്പോൾ മധ്യസ്ഥത വഹിച്ചത് സോവിയറ്റ് യൂണിയൻ പ്രധാനമന്ത്രി അലക്സി കോസിഗിനാണ്. അപ്പോൾ ഈ താഷ്കന്റ് കരാറുമായി ബന്ധപ്പെട്ട് പ്രധാന വ്യവസ്ഥകൾ: സൈന്യത്തെ പിൻവലിക്കൽ. ഇരു രാജ്യങ്ങളും എന്ത് ചെയ്യണം? സായുധ സേനകളെ യുദ്ധത്തിന് മുമ്പ്, അതായത് 1965 ഓഗസ്റ്റ് 5 മുമ്പ് ഉണ്ടായിരുന്ന യഥാർത്ഥ അതിർത്തി രേഖകളിലെ, 1965 ഓഗസ്റ്റ് 5 ശേഷമാണ് യുദ്ധമുണ്ടാകുന്നത്, അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന യഥാർത്ഥ അതിർത്തി രേഖകളിലേക്ക് ഇരു രാജ്യങ്ങളും തങ്ങളുടെ സായുധ സേനകളെ പിൻവലിക്കണം. 1966 ഫെബ്രുവരി 25 പിൻവലിക്കണമെന്നാണ്. ജനുവരി 10 താഷ്കന്റ് കരാറിൽ ഒപ്പുവെക്കുന്നത്. അതിൽ പറഞ്ഞിരുന്ന പ്രധാന വ്യവസ്ഥകളിൽ ഒന്നാണ് സൈന്യത്തെ പിൻവലിക്കൽ. ഇരു രാജ്യങ്ങളും എന്ത് ചെയ്യണം? സായുധ സേനകളെ യുദ്ധത്തിന് മുമ്പ്, അതായത് 1965 ഓഗസ്റ്റ് 5 മുമ്പ് എങ്ങനെയായിരുന്നോ യഥാർത്ഥ അതിർത്തി രേഖകൾ ഉണ്ടായിരുന്നത്, അവിടേക്ക് 1966 ഫെബ്രുവരി 25 പിൻവലിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പരസ്പര ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. പരസ്പര ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്നും പരസ്പര പരമാധികാരത്തെ ബഹുമാനിക്കുമെന്നും ഇരുപക്ഷവും സമ്മതിച്ചതാണ് താഷ്കന്റ് കരാർ. അതുപോലെ നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക. യുദ്ധത്തെ തുടർന്ന് തകർന്ന നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ പഴയപടി നിലനിർത്തുക. ഓരോ രാജ്യങ്ങൾക്കും ഹൈക്കമ്മീഷണർമാരുണ്ടെന്നറിയാം. ഈ ഹൈക്കമ്മീഷണറുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കുക. യുദ്ധത്തടവുകാരുടെ കൈമാറ്റം, പ്രചാരണങ്ങൾ നിർത്തലാക്കുക. ഇവയൊക്കെ ഈ താഷ്കന്റ് കരാറിലെ പ്രധാന വ്യവസ്ഥകളായിരുന്നു.
എന്നാൽ കരാറിന്റെ അനന്തരഫലങ്ങളും തുടർന്ന് കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായി. ലാൽ ബഹദൂർ ശാസ്ത്രി ഈ സമയത്ത് മരണപ്പെടുന്നുണ്ട്. കരാർ ഒപ്പുവെച്ച് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ്, ഓർത്തിരിക്കണം, കരാർ ഒപ്പുവെച്ച് ഏതാനും, ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി ഈ കരാറ് ഒപ്പുവെച്ച് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം, അതായത് 1966 ജനുവരി 10 ഒപ്പുവെക്കുന്നു. ജനുവരി 11 പുലർച്ചെ ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കെൻഡിൽ വെച്ച്, ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കെൻഡിൽ വെച്ച് അദ്ദേഹം അന്തരിച്ച്. ഹൃദയാഘാതം മൂലമാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചതെന്ന് ഔദ്യോഗികമായി അറിയിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മരണം ഇന്നും ദുരൂഹതകൾ നിറഞ്ഞതായിട്ടാണ് നിൽക്കുന്നത്. ഇന്ത്യയിൽ ഈ താഷ്കെൻഡ് കരാറിൽ ഒപ്പുവെക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യൻ സൈന്യം കഠിനമായ പോരാട്ടത്തിലൂടെ പിടിച്ചടക്കിയ തന്ത്രപ്രധാനമായ ചില പ്രദേശങ്ങൾ, ഉദാഹരണത്തിന് നമുക്ക് കാശ്മീരിലെ ഹാജി പീർ പാസ് പാകിസ്ഥാന് തിരിച്ചു നൽകാൻ ഈ താഷ്കെൻഡ് കരാറിലൂടെ, അതായത് കാശ്മീരിലെ ഹാജി പീർ പാസ് താഷ്കെൻഡ് കരാറിലൂടെ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ കാരണമായി തീരുന്നുണ്ട്. അതുപോലെ പാകിസ്ഥാനിലെ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഷ്കെൻഡ് കരാറിൽ ഒപ്പുവെക്കുമ്പോൾ കാശ്മീർ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കരാറിന് സാധിച്ചില്ല. ഇത് പാകിസ്ഥാനിലെ അയ്യൂബ് ഖാന്റെ പ്രസിഡന്റ് ആയിരുന്നല്ലോ, അയ്യൂബ് ഖാന്റെ ജനപ്രീതിയൊക്കെ ഇടിയുന്നതിന് കാരണമായി തീരുകയൊക്കെ ചെയ്തു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ ചേർക്കുന്നതിന് ലയന കരാർ രൂപീകരിച്ചത്, ഈ ലയന കരാറിന് നേതൃത്വം നൽകിയ വ്യക്തികൾ അല്ലെങ്കിൽ രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാമാണ്? അത് 1ഉം 4ഉമാണ്. നമുക്കറിയാം, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും. അപ്പോൾ ലയന കരാറ് രൂപീകരിച്ചത് സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ തന്നെ VP മേനോനുമാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ബൊക്കോറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? നമുക്കറിയാം, അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കോറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമാകുന്നത്. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ സ്റ്റീൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരുടെ സഹായത്തോടെ എവിടേക്ക് സ്ഥാപിതമായെന്ന് അറിഞ്ഞിരിക്കുന്ന എക്സാമിന് സ്ഥിരം സാന്നിധ്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല. അതുപോലെ തന്നെ ഈ റഷ്യ, ഇന്നത്തെ റഷ്യയാണ് അന്നത്തെ സോവിയറ്റ് യൂണിയൻ. ഈ ബൊക്കാറോ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നിങ്ങൾക്കറിയാം, ജാർഖണ്ഡ് സംസ്ഥാനത്താണ്. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സ്ഥാപിതമായ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റുകളിൽ ഒന്നാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല. അത് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ ഭിലായിലെ ഇരുമ്പുരുക്ക് ശാല, ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. അപ്പം ബൊക്കാറോയും ഭിലായിയും സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടിയാണ്. സംസ്ഥാനം, ഏത് സംസ്ഥാനത്താണ് ഭിലായ്? ബൊക്കാറോ ഇന്നത്തെ ജാർഖണ്ഡിലും ഭിലായ് ഛത്തീസ്ഗഡിലുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട സംയോജിത പൊതുമേഖലാ ഉരുക്ക് ശാലയാണ് ഇത്, ഭിലായ് ഇരുമ്പുരുക്ക് ശാല. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ സ്ഥാപിതമായ ഭിലായ് ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട സംയോജിത പൊതുമേഖലാ ഉരുക്കുശാലയാണ്. ഛത്തീസ്ഗഡിലാണ് സ്ഥാപിതമായത് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ. അതുപോലെ തന്നെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്, ഇത് ജർമ്മനി റൂർക്കേല, ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിതമായത്. അതായത് പശ്ചിമ ജർമ്മനി ആയിരുന്നു അന്ന്, രണ്ടുകൂടെ ചേർന്നിട്ടാണ് പിന്നെ ഐക്യ ജർമ്മനിയൊക്കെ ഉണ്ടാകുന്നത് പിന്നീട്. അപ്പോൾ പശ്ചിമ ജർമ്മനി ആയിരുന്നു റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ സഹായിച്ച രാജ്യം. അപ്പൊ റൂർക്കേലയും സ്ഥിതി ചെയ്യുന്ന ഒഡീഷയിലാണ്, ഭിലായിയും റൂർക്കേലയും സ്ഥിതി ചെയ്യുന്ന ഒഡീഷയിൽ. അടുത്തത് ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല. ഈ ദുർഗാപൂർ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളാണ്. ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ, അന്നത്തെ യുണൈറ്റഡ് കിങ്ഡം. ആ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ സഹായത്തോടെ പശ്ചിമ ബംഗാളിലാണ് സ്ഥാപിച്ചത്. അതുപോലെ തന്നെ വിശാഖപട്ടണം ഇരുമ്പുരുക്ക് ശാലയും സോവിയറ്റ് യൂണിയനാണ്, ഓർത്തിരിക്കണം. അപ്പോൾ സോവിയറ്റ് യൂണിയന് 3 ഉണ്ട്. ഏതൊക്കെയാണ്? വിശാഖപട്ടണം, അതുപോലെ തന്നെ
ഭിലായി, ബൊക്കേറ. റൂർക്കേല പശ്ചിമ ജർമ്മനിയുടെ സഹായത്തോടെയും ദുർഗാപൂര് ബ്രിട്ടന്റെ സഹായത്തോടെയും. അപ്പോൾ വിശാഖപട്ടണം നിങ്ങൾക്കറിയാം ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തീരദേശ അധിഷ്ഠിത, അതായത് ഷോർ ബേസ്ഡ് ഇരുമ്പുരുക്ക് ശാല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരദേശത്തോട് ചേർന്ന് കിടക്കുന്നതാണ്. വിശാഖപട്ടണം ഇരുമ്പുരുക്ക് ശാലയാണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. ഇത് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടി സ്ഥാപിതമായാണ്. അപ്പൊ നമുക്കിത് ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കിക്കഴിഞ്ഞാലോ, ഭിലായി ഛത്തീസ്ഗഡിലാണ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ, റൂർക്കേല ഒഡീഷയിലാണ്, പശ്ചിമ ജർമ്മനി അതായത് ജർമ്മനിയുടെ സഹായത്തോടെ ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്, യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ബ്രിട്ടന്റെ സഹായത്തോടെ ബൊക്കാറോ ജാർഖണ്ഡിലാണ്, റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലാണ്, അതും റഷ്യയുടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടിന്യൂസ് വർക്കൗട്ടുമായിട്ട് ഇപ്പോൾ തന്നെ ഒരു 10-40 മിനിറ്റ് ആയി. നിങ്ങൾ കൂടുതലായി കഴിഞ്ഞാൽ ബോറടിക്കും. ഇതിൻ്റെ കുറേയധികം റിലേറ്റഡ് ഫാക്ട്സ്, ഇത്രയധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ മനസ്സിലാക്കി. ഇനിയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിനും ഇത് പ്രയോജനം ചെയ്യും. അതുകൊണ്ട് കണ്ട് കേട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ എക്സാമിനേഷൻ. എല്ലാവർക്കും വളരെയധികം നന്ദി.